وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهر الله على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 6 പേരെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം സൂചിപ്പിച്ചത്. അതിൽ 7-മൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ത്വൽഹത്തുൻ ഫിൽ ജന്ന, ത്വൽഹ റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിലാണ് എന്ന്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നേടിയെടുക്കാനുള്ള ഗുണപാഠങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉബൈദുല്ലാഹ് ഇബ്നു ഉസ്മാൻ, മാതാവ് അസ്സുഅബ ബിൻത്ത് അബ്ദുല്ല അൽ ഹളറമി. യമനി വംശജയായ സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മ. വിശ്വാസിയാവുകയും പിന്നീട് മദീനയിലേക്ക് ഹിജറ ചെയ്യുകയും ചെയ്ത ആളുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ച പല സ്വഹാബിമാരുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മക്കളുടെ വിശ്വാസം
പലപ്പോഴും പിതാക്കന്മാരെക്കാൾ അധികം മാതാക്കളിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കുകയും അവരുടെ എല്ലാം മാതാക്കളും മക്കളുടെ ആ വിശ്വാസം സ്വീകരിച്ച് ആ പാതയിൽ തുടർന്നു പോവുകയും ഒക്കെ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന് 15 വർഷങ്ങൾക്ക് മുൻപാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ 8 പേരിൽ ഒരാൾ കൂടിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിനെക്കുറിച്ച്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ട ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ഷാമിലെ ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് കച്ചവടത്തിന് പോയ സമയത്ത്, ബുസ്രയിൽ കച്ചവട ആവശ്യാർത്ഥം അദ്ദേഹം പോവുകയും അവിടെ വെച്ച് ഷാമിലുള്ള ഒരു റാഹിബായിട്ടുള്ള, പുരോഹിതനായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നതായി അദ്ദേഹം കേട്ടു. ചോദിച്ചത് ഇതാണ്: സലു അഹ്ല ഹാദൽ മൗസിം അഫീഹിം അഹദും മിൻ അഹ്ലിൽ ഹറം. ഈ ഒരു മൗസിമിൽ, ഈ കാലത്ത്, ഈ സമയത്ത്, ഈ സീസണിൽ ഇവിടെ വന്നിട്ടുള്ള, കച്ചവടത്തിന് വന്നിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഹറമിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്ന് ഒരു റാഹിബ്, ഒരു പുരോഹിതൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് അദ്ദേഹം കേട്ടു. കുൽത്തു, അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാം അന, അതെ, ഞാൻ ഹറമിൽ നിന്ന് വരുന്ന ആളാണ്, മക്കയിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ആ പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഖാല ഹൽ ലഹറ അഹ്മദ് ബഅദു, നിങ്ങളുടെ നാട്ടിൽ അഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? പ്രവാചകത്വം വാദിച്ചുകൊണ്ട് അഹമ്മദ് എന്ന് പേരുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തോട്, ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഈ പുരോഹിതൻ ചോദിച്ചത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുൻപാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വീണ്ടും തുടർന്ന് പറഞ്ഞത്, കുൽത്തു വമൻ അഹമ്മദ്, അല്ല, ആരാണ് അഹമ്മദ്? അഹമ്മദ് ആരാണ് എന്ന് എനിക്കറിയില്ല, ആരാണ് അയാളെന്ന് ചോദിച്ചപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു കൊടുത്തത്, ഇബ്നു അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ അഹമ്മദ് എന്ന പേരുള്ള ഒരാൾ നിങ്ങളുടെ നാട്ടിൽ പ്രവാചകത്വവുമായി വന്നിട്ടുണ്ടോ എന്നാണ്. ഹാദാ ഷഹ്റുല്ലദീ യഖ്റുജു ഫീഹി, ഞങ്ങളുടെ വേദപ്രകാരം, വേദത്തിൽ വന്നിട്ടുള്ള ലക്ഷണപ്രകാരം ഈ മാസത്തിലാണ് അദ്ദേഹം പ്രവാചകത്വവുമായി വരേണ്ടത്. വഹുവ ആഖിറുൽ അംബിയ, അദ്ദേഹമാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ത്വൽഹയോടായിക്കൊണ്ട് ആ പണ്ഡിതൻ, ആ പുരോഹിതൻ പറഞ്ഞ വർത്തമാനം, ഫഇയ്യാക ഇൻ തുസ്ബിഖ് ഇലൈഹി, നിനക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ നീ തിരിച്ചു മക്കയിലെത്തിയതിന് ശേഷം ഈ പറയപ്പെട്ട ആളെ നീ കാണുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നീ മത്സരിച്ചോടണേ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നീ ചെല്ലുകയും നീ വിശ്വാസിയാവുകയും അദ്ദേഹത്തിൻ്റെ ആദർശം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മതം പുൽകുകയും ചെയ്യണേ എന്ന ഉപദേശം കൂടി നൽകിയിട്ടാണ് പോകുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് കൃത്യമായ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വേദഗ്രന്ഥങ്ങളിൽ അഥവാ ഇഞ്ചീൽ പോലെയുള്ള വേദങ്ങളിൽ കൃത്യമായി അതിനെക്കുറിച്ചുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വേദത്തിൽ കൃത്യമായ ധാരണയുള്ള, അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ച് പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് ഭയചകിതനായി വീട്ടിലേക്ക് വരികയും ഭാര്യയുടെ അടുക്കൽ വന്ന് പുതപ്പിട്ട് മൂടിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന് ശേഷം അവരെ സമാധാനിപ്പിച്ച്, പ്രവാചകനെ സമാധാനിപ്പിച്ച് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ തുടർന്ന് അടുത്ത ദിവസത്തിൽ അദ്ദേഹത്തെയുമായി ചെല്ലുന്നത് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുക്കലേക്കാണ്. അദ്ദേഹമാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇനി തനിക്ക് വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചത് എന്ത് എന്നും തൻ്റെ അടുക്കലേക്ക് വന്ന മലക്കാരാണ് എന്നും ആ മലക്ക് തനിക്ക് നൽകിയത് വഹിയാണ് എന്നും താങ്കൾ പ്രവാചകനായിട്ടുണ്ട് എന്നും ഇനി ഭാവിയിൽ താങ്കളെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന, താങ്കളെ വാനോളം പുകഴ്ത്തിയിരുന്ന, വിശ്വസ്തയോടുകൂടി കൊണ്ടു നടന്നിരുന്ന ഈ ജനത താങ്കൾക്ക് മേൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുമുള്ള കൃത്യമായ വിവരണം നൽകുന്നുണ്ട് വറഖത്ത് ബിൻ നൗഫൽ. അത് ആ വേദത്തെക്കുറിച്ചുള്ള. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നിന്നെ പ്രതിരോധിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വേദങ്ങളെക്കുറിച്ച് കൃത്യമായ, അതും യഥാർത്ഥ കിതാബുൻ സമാവിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ആ കൃത്യമായ രൂപത്തിൽ വേദത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുവാനോ ഇസ്ലാമിനെ നിരാകരിക്കുവാനോ കഴിയില്ല എന്നുള്ളത് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഈ വർത്തമാനം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് വല്ലാതെ പിടികൂടിയിരുന്നു. പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവിടെയുള്ള ആളുകളോട് അന്വേഷിക്കുന്നത് ഹൽക്കാന മിൻ ഹദസിൻ, അല്ല ഞാൻ പോയതിന് ശേഷം ഇവിടെ പുതിയതായി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് മറുപടി പറയുന്നത് ഖാലു നഅം, അതെ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ അമീൻ തനബ്ബ, നിനക്കറിയില്ലേ മുഹമ്മദ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള്, അൽ അമീൻ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ആൾ, തനബ്ബ, അദ്ദേഹം നബിയാണ് എന്ന് പ്രവാചകത്വം വാദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനോട് ചേർത്ത് പറഞ്ഞത് വഖത് തതബ്ബഅഹു ഇബ്നു അബി ഖുഹാഫ, ഇബ്നു അബൂ ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തിട്ടുണ്ട് എന്ന് വർത്തമാനം പറഞ്ഞു കൊടുത്തപ്പോൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. എന്താണ് വിശ്വസിക്കാനുള്ള കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുള്ള വഹിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും ഷഹാദത്ത് ചൊല്ലുകയും വിശ്വാസിയാവുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ കൂടിയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാസിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും ഉപദ്രവിക്കാൻ ഖുറൈശികൾ ഏൽപ്പിച്ച ആളാണ് നൗഫൽ ബിൻ ഖുവൈലിദ് എന്ന് പറയുന്നത്. ഈ പേര് നമ്മൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും കേട്ടതാണ്. സുബൈർ റളിയല്ലാഹു അൻഹു വിശ്വാസിയായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരു തഴപ്പായയിൽ ചുറ്റിക്കെട്ടി പായയുടെ അറ്റം കത്തിച്ച് പുകച്ച് വിശ്വാസത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ ശ്രമിച്ച ആളാണ് നൗഫൽ. അതേ ആൾ തന്നെയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മക്കയിൽ പ്രമുഖരായ ആളുകൾ വിശ്വാസികളാകുമ്പോഴേക്ക് അവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ചില ആളുകളെ മക്കയിലെ പ്രമുഖരങ്ങനെ ഏൽപ്പിക്കണം. എന്നിട്ട് അവരതൊരു കൊട്ടേഷനായി സ്വീകരിച്ചിട്ട് ഇവരെ ഉപദ്രവിക്കുന്നത് ഒരു നടപടിയായി, ഒരു ജീവിതക്രമമായി കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ മക്കയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ആളാണ് നൗഫൽ ബിൻ ഖുവൈലിദ് എന്ന് പറയുന്നത്. അദ്ദേഹം ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്ത ആളാണ്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദറിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഷാമിലേക്കുള്ള വഴിയിൽ അബൂ സുഫിയാനിൻ്റെ കച്ചവട സംഘത്തെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെയും ചുമതലപ്പെടുത്തി അയച്ചിരുന്നു. അവർ അവരുടെ പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു മടങ്ങി വരുമ്പോഴേക്ക് ബദർ യുദ്ധം കഴിഞ്ഞ് സ്വഹാബിമാർ ബദറിൽ നിന്ന് മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അവർക്ക് വല്ലാത്ത ഒരു പ്രയാസമുണ്ടായിരുന്നു ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇനിയൊരു അവസരത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. മൻ അറാദ അൻ യൻളുറ ഇലാ ഷഹീദിൻ യംശി അലാ റിജ്ലൈഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഭൂമിയിലൂടെ സ്വന്തം കാലിൽ നടന്നു പോകുന്ന ഒരു ഷഹീദിനെ
ജീവിച്ചിരിക്കുന്ന ഒരു ഷഹീദിനെ, ഒരു രക്തസാക്ഷിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല, അങ്ങനെയുള്ളവർ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. അത് ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അമ്പ് തറച്ച് പ്രവാചകന്റെ മുഖത്ത് നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നത് ദൂരത്ത് നിന്ന് കണ്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ അണിഭേദിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി അദ്ദേഹത്തിന്റെ ഇടം കൈകൊണ്ട് പ്രവാചകനെ മാറോട് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി വലം കൈകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 70-ലധികം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം. പ്രവാചകന്റെ മുന്നിൽ ഒരു പടയങ്കി കണക്കെ പ്രവാചകനിലേക്ക് വരുന്ന എല്ലാം ഏറ്റുവാങ്ങാൻ സ്വയം സന്നദ്ധനായി നിന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിലേക്ക് വീണു പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ പ്രവാചകനോട് ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ മുട്ടിലിരുന്ന് മുതുക് വളച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മുതുകിൽ ചവിട്ടി ആ പാറയിലേക്ക് കയറിയിരുന്നതായി ഉഹുദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സമാനമായത് പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ നാട്ടിലാണ്. സമാനമായത് പിന്നീട് കണ്ടത് പ്രളയത്തിൻ്റെ സമയത്ത് വള്ളത്തിലേക്ക് കയറാൻ കഴിയാതെ, രക്ഷപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ആളുടെ മുന്നിലേക്ക്, വന്ധ്യവയോധികയായ ആളുടെ മുന്നിലേക്ക് പുറം വെച്ചു കൊടുക്കുന്ന വിശ്വാസിയാണ്. മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? ഈ വിശ്വാസം സന്ദർഭോചിതമായി ഇടപെടലുകൾ നടത്താൻ, സന്ദർഭോചിതമായി മനുഷ്യനോട് മനുഷ്യത്വം കാണിക്കാൻ, ജനങ്ങളോട് ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഈ വിശ്വാസം അവൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം അവനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നാടകമായി ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. അത് അവസരോചിതമായി ഒരു വിശ്വാസിക്ക് അതിന് കഴിയും തൻ്റെ ചുമര് താഴ്ത്തി വെച്ചു കൊടുക്കാൻ, മുതുക് വളച്ചു കൊടുക്കാൻ, മറ്റൊരാൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൻ്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസിയെ അത് പ്രേരിപ്പിക്കും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഉഹുദിലേറെ ത്യാഗം സഹിച്ച ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഷഹീദ് എന്ന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമയത്തെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ദാലിക കുല്ലുഹു കാന യൗമു ത്വൽഹ, അത് ത്വൽഹയുടെ ദിവസമായിരുന്നു. ഉഹുദിൻ്റേത് എന്ന് പറയുന്നത് ത്വൽഹയുടെ ദിവസമായിരുന്നു. കാരണം അത്രമേൽ ഉഹുദിലേക്ക് പേര് ചേർക്കപ്പെട്ട വ്യക്തിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന് ആ ചരിത്രം നമ്മെ ഏറെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസവും സ്നേഹവും ആ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ധീരത കാണിക്കുന്നതിനോടൊപ്പം തന്നെ അറിയപ്പെടുന്ന മക്കയിലെ കച്ചവടക്കാരനായിരുന്നുവെന്നും ധനികനായിരുന്നുവെന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം എല്ലാ വർഷവും 1000 ദിർഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ടു കൊടുക്കുന്നത് പാവപ്പെട്ടവരായിട്ടുള്ള, ആയിഷ റളിയല്ലാഹു അൻഹക്ക് പരിചയമുള്ള പാവപ്പെട്ടവരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിനു വേണ്ടി, സഹായിക്കുന്നതിനു വേണ്ടി കൊണ്ടു കൊടുക്കുമായിരുന്നുവെന്നാണ്. മറ്റൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം കച്ചവടം നടത്തുകയും അതിലൂടെ 7 ലക്ഷം ദിർഹം അദ്ദേഹത്തിന് ലഭിച്ച സമയത്ത് ആ സമ്പത്തുമായി വീട്ടിലേക്ക് പോയതിന് ശേഷം രാത്രി അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഉറങ്ങാൻ കഴിയുക? ഈ 7 ലക്ഷം ദിർഹം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സമ്പത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് സമാധാനത്തോടുകൂടി നേരം വെളുപ്പിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സാഹചര്യത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ശരി തന്നെയാണ്. ഇത്രയും സമ്പത്ത് വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? പ്രത്യേകിച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കുറുവാ സംഘങ്ങൾ വിലസുന്ന സമയത്ത് ഇത്രയും പൈസ വെച്ചിട്ട് ഒരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഈ പൈസ ഇങ്ങനെ ഇരുന്ന് രാവിലെ ഇത് ചെലവാക്കുന്നതിന് മുമ്പ്, ഇത് സ്വതക്ക ചെയ്യുന്നതിന് മുൻപ് ഞാനെങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടാണ് ഉറക്കം വരാത്തെ. ഭാര്യ പറഞ്ഞത് എന്നാ ഇപ്പം തന്നെ സ്വതക്ക ചെയ്തേക്കുന്ന.
അത് വല്ലാത്തൊരു ഭാര്യ വേറെ. അവരുടെ ഒരു ഈമാൻ ആലോചിച്ച് നോക്കും നിങ്ങളെ. നമ്മൾ കുറേ സമ്പത്തുമായി ലാഭം ലഭിച്ച ധനവുമായി വീട്ടിലെത്തിയതിന് ശേഷം ഭാര്യ പറയാ നേരം വെളുക്കട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് നമുക്ക് കാവലിരുത്താം, രാവിലെ ആകുമ്പോൾ തന്നെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടാന്ന് പറയുന്ന ഭാര്യമാരായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളത്, സഹോദരിമാർ. എന്നാൽ ഇവിടെ പറയുന്നത്, എന്നാൽ അത് സ്വതക്ക കൊടുത്തേക്ക്, അത് ഏറ്റവും നിക്ഷേപിക്കാൻ ഏറ്റവും നല്ല ഇടത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചേക്ക് എന്ന് ഉപദേശം നൽകുന്ന ഭാര്യയാണ് നമുക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ ചരിത്രം പറയുന്നത് കേവലം ചരിത്രം കേൾക്കാനോ അതിൽ നിന്ന് അല്പസമയം ആവേശം കൊള്ളാനോ വേണ്ടിയിട്ട് മാത്രമല്ല, അങ്ങനെ കാണരുത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇവരാരും നിസാരക്കാരല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സ്വർഗമുണ്ട് എന്ന്. ഇവർക്കൊന്നും അള്ളാഹുവിന് സ്വർഗം നിഷേധിക്കാൻ കഴിയില്ല എന്ന് വാഗ്ദാനം ചെയ്ത ആളുകളെ കുറിച്ചാണ് പറയണത്. അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരുന്ന് തൻ്റെ അനുചരന്മാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ 23-ാമത്തെ വചനം അനുചരന്മാർക്ക് പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. സ്വദഖൂ മാ ആഹദുല്ലാ, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാർ സത്യപ്പെടുത്തിയ ആളുകളാണ്. ഫമിൻഹും മൻ ഖളാ നഹ്ബ, അതിൽ അവരുടെ വിഹിതം കൃത്യമായി നിർവഹിച്ച ആളുകളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോകുന്നതിന് മുൻപ് അള്ളാഹുവുമായി ചെയ്ത കരാർ കൃത്യമായി പൂർത്തിയാക്കിയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻഹും മൻ യൻതളിർ, എന്നാൽ അവനവൻ്റെ അവസരത്തിനു വേണ്ടി തക്കം പാർത്തിരിക്കുന്ന, കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അവർ അള്ളാഹുവുമായി ചെയ്തിട്ടുള്ള കരാറിൽ ഒരു മാറ്റവും ഒരു തിരുത്തലും ഒരു നീക്കുപോക്കും ഉണ്ടാക്കാത്ത ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തങ്ങ് പാരായണം ചെയ്തു കൊടുക്കുമ്പോഴേക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സഹാബി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഫമൻ ഖളാ നഹ്ബഹു മൻ ഹുവ, പ്രവാചകരെ അങ്ങ് പറഞ്ഞല്ലോ അവരുടെ കൂട്ടത്തിൽ പൂർണ്ണമായും അള്ളാഹുവിനോടുള്ള വാഗ്ദത്തം പാലിച്ച, ഉത്തരവാദിത്തം നിർവഹിച്ച ആളുകളുണ്ട് എന്ന്. ആരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ തയ്യാറാകുമ്പോഴേക്ക് പള്ളിയുടെ വാതിൽക്കൽ പച്ചവസ്ത്രം ധരിച്ച് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു താടിരോമങ്ങളിലൂടെ വുളൂവിന്റെ വെള്ളവും ഒലിപ്പിച്ചുകൊണ്ട് ആ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, ഐനസ്സായിലു മൻ ഖളാ നഹ്ബ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഖളാ നഹ്ബഹു എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ചോദിച്ചത്? ഉത്തരവാദിത്വം പൂർത്തീകരിച്ച ആളെക്കുറിച്ച് ചോദിച്ചവൻ ആരാണ്? ഹാദാ മിമ്മൻ ഖളാ നഹ്ബഹു, ത്വൽഹ റളിയല്ലാഹു അൻഹുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹാദാ മൻ ഖളാ നഹ്ബഹു, ദാ ആ വരുന്ന ത്വൽഹ ഉണ്ടല്ലോ, ആ ത്വൽഹയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഭൂമിയിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ ഉത്തരവാദിത്വം പൂർണ്ണമായും അള്ളാഹുവുമായി ചെയ്ത കരാർ പൂർത്തീകരിച്ച വ്യക്തി അതാ ത്വൽഹയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കും. ഈ ആയത്ത് നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കണം. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അള്ളാഹുവുമായി ചേർത്ത് വെച്ച കരാർ പൂർത്തീകരിച്ച ആളാണ്. അവരുടെ കൂട്ടത്തിൽ അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളുമുണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. നമ്മൾ ഇതിലെതിലാ പെടുക? അള്ളാഹുവുമായി ഒരു കരാറ് ചെയ്തു എന്ന ബോധ്യമെങ്കിലും നമുക്കുണ്ടോ? അങ്ങനെ ഒരു കരാറ് നടന്നിട്ടുണ്ട് എന്നറിയോ? പടച്ചവനുമായി നമ്മൾ ചെയ്ത കരാർ ഏതാണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പടച്ചവനുമായി നടത്തിയ കരാറാണ്. എങ്ങനെ അത് കരാറായത്? ദാ ഇന്നു മുതൽ റബ്ബെ നീ കൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതം പോവില്ല എന്ന് അള്ളാഹുവുമായി കരാറ് ചെയ്ത ആളുകളാണ് നമ്മൾ. ആ കരാർ എത്ര പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് പൂർത്തീകരിക്കണം എന്ന പ്രതീക്ഷയോടുകൂടിയാണോ ജീവിക്കുന്നത്? അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഇടയിലുണ്ടോ? ഇല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളില്ല. മിനൽ മുഅ്മിനീന റിജാലുൻ എന്ന് പറഞ്ഞ
ആളുകളുടെ കൂട്ടത്തിൽ നമ്മളില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാവണം അള്ളാഹുവുമായി ചെയ്ത കരാറ് സമ്പൂർണ്ണമായി പൂർത്തിയാക്കണം എന്ന പ്രതീക്ഷ, എന്ന ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്രയത്നവും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും വേണം. ഹിജറ 36 ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത്. ജമൽ യുദ്ധത്തിൻ്റെ വേളയിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്താണ് ജമൽ യുദ്ധം നടക്കുന്നത്. അതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് വിശ്വാസികളായ ആളുകളാണ് രണ്ട് പക്ഷത്തായി ചേരിതിരിഞ്ഞു നിൽക്കുന്നത്. അവർക്കിടയിലേക്ക് വിശ്വാസികളായി ചമഞ്ഞ് കയറിക്കൂടിയ ഖവാരിജുകളായ ആളുകൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി എന്തോ വലുത് നടക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ വിഭാഗം ആളുകൾ തമ്മിൽ പോരടിക്കുന്നത്. ആ സമയത്ത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഇവരെ തടഞ്ഞുകൊണ്ട്, ഇവരെ തടയുന്നതിന് വേണ്ടി പറയുന്ന വർത്തമാനമുണ്ട്. അയ്യുഹന്നാസ് അൻസിതു, ജനങ്ങളെ നിങ്ങൾ ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ആരാണ് ചെയ്തത് എന്ന ആളെ ശിക്ഷിക്കണം എന്ന ആവശ്യവുമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പക്ഷത്ത്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ എതിർപക്ഷത്ത് നിലകൊണ്ട ആളാണ്. അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഇതൊന്നും കേൾക്കാൻ അവർ തയ്യാറാവാതെ പരസ്പരം പോരടിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഉഫിൻ ഫറാശുന്നാരി വദുബാബുത്തമ, ആഗ്രഹങ്ങളുടെ ഈയാമ്പാറ്റകളായി, അതല്ല എങ്കിൽ നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ഫറാശുകളായി പോകുന്നവരെ എന്ന്, നിങ്ങൾക്ക് നാശം എന്ന് അദ്ദേഹം പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു അമ്പ് പതിക്കുന്നത്. മുന്നിൽ നിന്ന് അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടല്ല മരണപ്പെടുന്നത്. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ദൂരെ എവിടെയോ നിന്ന് അമ്പ് ചെയ്തുകൊണ്ടാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. അദ്ദേഹം വഫാത്തായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അടുക്കലേക്ക് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പദ്യശകലങ്ങളുണ്ട്. ഫതൻ കാന യുദ്നീഹിൽ ഗിനാ മിൻ സദീഖിഹി ഇദാ മാ ഹുവസ്തഅന വയുബഈദുൽ ഫഖർ. അതിൻ്റെ ആശയം ഇതാണ്. ഫതൻ കാന യുദ്നീഹിൽ ഗിനാ മിൻ സദീഖിഹി, ഒരാള് അദ്ദേഹത്തിന് ധന്യതയുണ്ടായ സമയത്ത്, അദ്ദേഹത്തിന് ധാരാളം പണം ഉണ്ടായിരുന്ന സമയത്ത് തൻ്റെ സുഹൃത്തുക്കളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്ന ചില ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇദാ മാ ഹുവസ്തഅന വയുബഈദുൽ ഫഖർ, എന്നാൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴേക്ക് തൻ്റെ സുഹൃത്തുക്കളെ തന്നിൽ നിന്ന് പതുക്കെ അകറ്റി നിർത്തുകയും അവരോട് സമദൂരം പാലിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ചിലർ ഉണ്ട് എന്ന് പാടുന്നത് കേൾക്കുമ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ദാലിക ഹുവ അബൂ മുഹമ്മദ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, അത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. അഥവാ സമ്പത്തുണ്ടാകുന്ന സമയത്ത് തൻ്റെ സുഹൃത്തുക്കളെ തന്നിലേക്ക് അടുപ്പിക്കുകയും എന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് അവനെ കൂടി സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. നമ്മളെങ്ങനെയാ? പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പഴയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെയൊക്കെ എങ്ങനെ പരമാവധി അകറ്റി നിർത്താമെന്നുള്ളതിനെ കുറിച്ചായിരിക്കും പലപ്പോഴും ആളുകൾ ആലോചിക്കുക. കാരണം എന്താണെന്നറിയോ? അതൊരു ബാധ്യതയാവും. ആ ബന്ധങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവരോടൊക്കെ സമദൂരം പാലിക്കുക. എന്നിട്ട് ആവശ്യം വരുന്ന സമയത്തോ അവരെല്ലാം അടുപ്പിച്ച് നിർത്തുകയും ചെയ്യുക. അങ്ങനെയല്ല. വിശ്വാസികൾ എങ്ങനെയായിരിക്കണം? സമ്പത്തുണ്ടാകുന്ന സമയത്ത് തൻ്റെ സുഹൃത്തുക്കളെ പരിഗണിക്കുകയും അവരെ കൂടി അതിലേക്ക് ചേർത്ത് നിർത്തി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗം അവനുണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ സ്വാധീനത്തിലൂടെ അവൻ്റെ ജീവിതത്തിന് ഗുണമുണ്ടാവണം എന്ന അർത്ഥത്തിൽ അവനെ ചേർത്ത് നിർത്തുകയും, എന്നാൽ ദാരിദ്ര്യമുണ്ടാകുമ്പോഴേക്ക് എന്തിനാണ് അവനെ പ്രയാസപ്പെടുത്തുന്നത്, എന്തിനാണ് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന അർത്ഥത്തിൽ അവനിൽ നിന്ന് ഒരു ദൂരം പാലിക്കുകയും തൻ്റെ വിഷമതകളും പ്രയാസങ്ങളും അവനെ അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന
പോലെയുള്ള ചില ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ മരിച്ചു കിടക്കുന്ന ത്വൽഹ അതുപോലെയുള്ള ആളാണ് എന്ന. അപ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ, അത് നൽകുന്ന കാര്യത്തിലും, അതില്ലാത്ത സമയത്ത് അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്ന കാര്യത്തിലുമൊക്കെ ഏറെ ശ്രദ്ധ കാണിച്ചിട്ടുള്ള സ്വഹാബി കൂടിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെയെല്ലാം കുറിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഗുണപാഠങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുണ്ടായ ഏറെ വേദനാജനകമായ ഒരു അപകടം. അതിൽ 6 ആളുകളാണ് ഇതുവരെയും മരണപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് നടന്ന ഒരു അപകടം എന്ന നിലക്കും അതിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ പ്രായവും ഒക്കെ ഏറെ വേദന ഉണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ ആ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം മരണമാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എന്നാണ് സംഭവിക്കുക എന്നതിൽ ഒരു ഉറപ്പുമില്ലാത്തത് മരണം തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിൻ്റെ ആ അലംഘനീയമായ വിധി നമ്മെയും തേടിയെത്തേക്കാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ്, നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരണം നമ്മെ പുൽകുക എന്നും ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് എപ്പോൾ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നാലും പരാജയപ്പെട്ടു പോകാത്ത അവസ്ഥയിൽ മരണത്തെ അഭിമുഖീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മൾ റോഡിൽ ഇറങ്ങി റോഡിലുള്ള നിയമങ്ങളും ഒക്കെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വെക്കുന്ന നിയന്ത്രണങ്ങളും എല്ലാം നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കയും കൊണ്ടാണ്. മക്കൾ പലപ്പോഴും അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കുന്നത്. എൻ്റെ വാപ്പ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു തന്ത വൈബിൻ്റെ ആളാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് മക്കൾ പലപ്പോഴും മാതാപിതാക്കൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും ശാസനകളും നിയന്ത്രണങ്ങളെയും ഒക്കെ കാണുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മക്കൾ മനസ്സിലാക്കേണ്ടുന്നത്, തനിക്ക് ഇമാമത്ത് നിന്ന്, തൻ്റെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ട മകനു വേണ്ടി അവൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് അതിനെ 3 വെള്ളത്തുണി കൊണ്ട് കഫം ചെയ്ത് അവന് ഇമാമായി നിൽക്കേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടി വരുന്ന മാതാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയാനകമാണ്. എൻ്റെ മക്കൾ എത്ര ആലോചിച്ചാലും ആ അവസ്ഥ നമുക്ക് നമ്മുടെ ഭാവനാ സങ്കല്പത്തിൽ കൊണ്ടുവരാൻ തന്നെ കഴിയില്ല. ആ നിലയിൽ എത്തുന്നതുവരെ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും അറിയാം ആ നെഞ്ചിടിപ്പ്, ആ വേദന എത്രയാണ് എന്ന്. ആ മകന് വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വാപ്പാക്ക് കഴിയും. എന്നാൽ അവന് ഇന്ന് നൽകാൻ കഴിയുന്നത്
കേവലം 3 വെള്ളക്കീറുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന പിതാവിൻ്റെ ഹൃദയവേദന വളരെ വലുതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് നിങ്ങളോട് നിയന്ത്രണങ്ങൾ വെക്കാൻ. അത് ആ നന്മയോടുകൂടി ഉൾക്കൊള്ളാൻ എൻ്റെ മക്കൾക്ക് കഴിയണം, എൻ്റെ സഹോദരന്മാർക്ക് കഴിയണം. അല്ലാത്ത പക്ഷം വലിയ അപകടങ്ങൾ, ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരും എന്നുകൂടി തിരിച്ചറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ആ സ്നേഹവും ലാളനയും അവരുടെ കരുതലും തിരിച്ചറിയാനുള്ള തൗഫീക്ക് മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ മക്കൾ ഇങ്ങനെ പെട്ടെന്ന് അപകടങ്ങളിലൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 1992 ഈ ദിനത്തിലാണ് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തി ഒരു ആരാധനാലയം തച്ചു തകർക്കപ്പെട്ടിട്ടുള്ളത്. അത് അന്ന് തുടങ്ങിയിടത്ത് നിന്ന് ഇന്ന് സമ്പലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്കുള്ള അതിൻ്റെ ചരിത്രം നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതും അതിലേറെ ആശങ്ക ഉണ്ടാക്കുന്നതും ആണ്. ആരെങ്കിലുമൊക്കെ ഇന്ന പള്ളിയുടെ താഴെ അമ്പലമായിരുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചു വരുമ്പോഴേക്ക് അതിൻ്റെ ചരിത്രരേഖകൾ പോലും പരിശോധിക്കാതെ അതിനെ തകർക്കാനുള്ള ഉത്തരവുകൾ ഇറക്കുന്ന വിധത്തിലേക്ക് ഭരണകൂടവും ജുഡീഷ്യറിയും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 114-ാമത്തെ വചനം, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാൻ കഴിയാത്ത വിധം പള്ളികളിൽ നിന്ന് വിശ്വാസികളെ തടയുന്നവനേക്കാൾ അക്രമകാരിയായവൻ വേറെ ആരാണുള്ളത്? വസആ ഫീ ഖറാബിഹ, അതിൻ്റെ നാശത്തിനു വേണ്ടി കോപ്പുകൂട്ടുന്നവനേക്കാൾ അക്രമിയായവൻ മറ്റാരാണുള്ളത്? എന്നിട്ട് അള്ളാഹു ആ ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന അവസ്ഥയെക്കുറിച്ച് കൂടി പറഞ്ഞു. ഉലായിക മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫീൻ, ഭയത്തോടുകൂടിയല്ലാതെ അവിടെ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ലഹും ഫിദ്ദുനിയ ഖിസിയുൻ, അവർക്ക് ഭൂമിയിൽ അള്ളാഹു കരുതി വച്ചിരിക്കുന്നത് നിന്ദ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ഭയാനകമായ ശിക്ഷയാണ് പരലോകത്ത് റബ്ബ് കരുതി വച്ചിരിക്കുന്നത് എന്ന്. വിശ്വാസികൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടുന്നത് അള്ളാഹുവിലാണ്. നമ്മുടെ കരങ്ങൾ ഉയരേണ്ടുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവെ, ഇനിയും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സാഹോദര്യത്തെ തകർക്കുന്ന, ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ വിലക്ക് ഏർപ്പെടുത്തുന്ന നിയമങ്ങളിൽ നിന്നും അതിൽ നിന്ന് പിന്തിരിയാനുള്ള മനസ്സ് ഭരണാധികാരികൾക്ക് നൽകണേ എന്ന പ്രാർത്ഥനയും അതിനായുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇടപെടലുകളും വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ സമാധാനവും ശാന്തിയും സാഹോദര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്രഹത്തിൻ്റെ ചരിത്രം നമുക്ക് പരിചിതമാണ്. ആ പ്രതീക്ഷ തന്നെയാണ് വിശ്വാസികൾ അള്ളാഹുവിനോട് തേടാൻ, അള്ളാഹുവിലേക്ക് കൈയുയർത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും. നാഥൻ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും സമാധാനവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ വരുന്ന ഞായറാഴ്ച ഷബാബ് ഗോൾഡൻ ജൂബിലി മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്.
50 വർഷം ഒരു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ദിശണ നൽകിയ ഒരു വാരികയുടെ 50ാം വാർഷികം ആഘോഷിക്കുകയാണ്. അവിടേക്ക് വാഹന സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കണം എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം കൊണ്ട് നമ്മെ ഏവരെയും സന്തോഷ വാർത്ത അറിയിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞുപോയ ബന്ധുമിത്രാദികൾ, മക്കൾ, കുടുംബാദികൾ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ